ഒരു പുഷിങ് ഉണ്ടായി. നമ്മളപ്പോ എന്നിട്ട് നിരാകരിച്ചു, അടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് കാര്യം നടക്കണം. നമുക്ക് ആരടിച്ചാലോ അടിക്കണ്ട, നമ്മളെ കാര്യം വന്ന എന്തിനാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അർജുന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചെങ്ങായി അവിടെ പോയത് അല്ലേ. രഞ്ജിത്ത് അവിടെ ചെന്നതിന് ശേഷം വലിയ രീതിയിലാണ് അദ്ദേഹത്തിന് സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലത്ത് നിന്നും ആ ഒരു ബോഡിയോ ആ ലോറിയോ കിട്ടിയില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, അത് അദ്ദേഹം തുറന്നു പറയുകയാണ്. ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് മുഴുവൻ കാണണേ. ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് ക്രൂശിക്കാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. 5-ാം ദിവസമാണ് അദ്ദേഹം ഈ ഒരു കാര്യം അറിയുന്നത്. ഈ ഒരു സംഭവം നടന്ന 5-ാം ദിവസമാണ് അദ്ദേഹം അറിയുന്നത്. അതുവരെ ആരും പുഴയിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനെ തെരഞ്ഞിട്ടില്ല അല്ലെ. മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്നുള്ള വാർത്ത അദ്ദേഹം കേട്ടിട്ടുണ്ട്. GPS മണ്ണിനടിയിൽ നിന്നും ഡിറ്റക്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യം അറിയുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും കടം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. തന്റെ സഹോദരനെ അല്ല, ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു. ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണും. ജോലി സാധാരണ നമ്മുടെ ഒരു ലേബർ വർക്കുകളാണ്, എല്ലാ പണിയും സാധാരണ ലേബർ വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു സ്ഥിരമായിട്ട് വരുമാനമോ അല്ലെങ്കിൽ ഗവൺമെന്റ് പണിയൊന്നും അല്ല ചെയ്യുന്നത്. ഈ രക്ഷാപ്രവർത്തന മേഖല 12 വർഷം നിൽക്കുന്നതാണ്. ആരോടും ഒരു പൈസ വാങ്ങാതെ ഈ വണ്ടിക്കൂലിയാണെങ്കിലും റെസ്ക്യൂ എക്യുപ്മെന്റ്സ് സ്വന്തം കയ്യിൽ നിന്ന് വഹിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും അതുപോലെ ബോഡി റിക്കവർ ചെയ്യാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ഷീൽഡ് ദൗത്യമാണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവഴിച്ചാണ് ഞാൻ പോകുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തത്തിൽ ജനങ്ങളെ, മനുഷ്യന്മാരെ സഹായിക്കാൻ പോകൂല. വാർത്തയിരുന്ന് കാണും അല്ലെ. എന്തിനു പറയും, നമ്മളെ തൊട്ടടുത്തുണ്ടായ വയനാട്ടിലേക്ക് പോലും കുറച്ച് ആളുകളെ പോയിട്ടുള്ളൂ. അങ്ങനെ എല്ലാം പറയുന്ന ആളുകളൊന്നും പോക്കില്ലല്ലോ. എന്നാൽ ഈ പറയുന്ന മനുഷ്യൻ എല്ലായിടങ്ങളും എത്തുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഓക്കെ, വെറുതെ അങ്ങ് പോവില്ല. സാധാരണക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്. ഒരു തരത്തിലുള്ള സഹായവും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് ആദ്യം എടുത്തു പറയണം. ഇത്ര അധികം ജനങ്ങളെ രക്ഷിച്ച, അത്ര അധികം ബോഡി റിക്കവർ ചെയ്ത് ഓടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഒരു തരത്തിലുള്ള സഹായവും ഇല്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യമാണെന്ന് കേട്ടോക്കാം. ഞാനിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആക്സിഡന്റ് കഴിഞ്ഞ് 4-ാം ദിവസമാണ്. ആക്സിഡന്റ് കഴിയുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഇങ്ങനെ ഒരു പയ്യൻ മണ്ണിനടി കുടുങ്ങി കിടക്കും, ജീവനോട് ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്നു മാത്രമേ കേട്ടോളൂ. കാരണം മണ്ണിനടി കുടുങ്ങി കിടക്കുന്ന നമ്മൾ വേറെ ചിന്തിക്കാറില്ല പെട്ടെന്ന്. അപ്പം ഞാൻ അവർ പറയുന്നുണ്ട് 2 ദിവസം ഫോൺ ബെല്ല് റിങ് ചെയ്തിട്ടുണ്ടെന്നും, ഈ ബെൻസിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും, GPS ലൊക്കേഷൻ അവിടെ ഈ മണ്ണിനടി കാണിക്കുന്നുണ്ടെന്നും. അപ്പോൾ ആരോട് തെരച്ചിൽ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കല്. എൻ്റെ ആ ഒരു വർക്കിംഗ് ഡ്രസ്സെല്ലാം മാറിക്കൊണ്ട്. എൻ്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ലായിരുന്നു. ഞാൻ കൂട്ടുകാരനെ കടം വാങ്ങിച്ചിട്ടാണ് ആ ഒരു ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ പോകുന്നത്. അപ്പോഴും ആ സമയത്ത് ഞാൻ ആരോടൊന്നും ഒരു പൈസ അവർ ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് കുടുംബത്തിനൊന്നും ബന്ധപ്പെടുന്നില്ല. ഞാൻ ഇതാണ് സ്വയം ഏറ്റെടുത്താണ് പോകുന്നത്. ഞാൻ എത്തുന്ന 5-ാം ദിവസമാണ്. ഈ ആക്സിഡന്റ് 16-ാം തീയതി കഴിഞ്ഞിട്ട്, ഈ 16-ാം തീയതി ആക്സിഡന്റ് കഴിഞ്ഞ് എത്തുന്ന 5-ാം ദിവസം, ഈ ആക്സിഡന്റ് കഴിഞ്ഞ 5-ാം ദിവസം വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ അങ്കോള എന്ന സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. കേട്ടില്ലേ? ഓക്കെ, കൃത്യമായിട്ട് ഫോൺ റിങ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ന്യൂസ് ചാനലുകളിലൂടെ തന്നെയാണ് എല്ലാവരും അറിയുന്നത്. അതുകൂടാതെ തന്നെ GPS ഡിറ്റക്ട് ചെയ്ത കാര്യവും ന്യൂസ് ചാനലിലൂടെ തന്നെയാണ് അറിയുന്നത് അല്ലെ. ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ദുരന്ത നിവാരണ സംഘത്തിലൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നേതൃത്വം വഹിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. കേൾക്കാം. ഈ ഫോൺ റിങ് ചെയ്തല്ല, എനിക്ക് ആ പാടെ എനിക്ക് 2 ദിവസം 5-ാം ദിവസം വൈകിട്ടത്തേക്ക് എത്തിയിട്ടാണ് കളക്ടറിന്റെ പെർമിഷൻ കിട്ടുന്നത്. അവരുടെ ലക്ഷ്മി പ്രിയ മാഡത്തിന് അനുവാദം വാങ്ങിച്ച് ഞാനും കൂടെ അസിസ്റ്റ് ചെയ്യാൻ വന്ന കൂടെ കോഴിക്കോട് ഒരാളുകൊണ്ടാണ്, കൃഷ്ണദാസാണ്, പുള്ളി കൂടെ അതിനകത്ത് കയറി ചെയ്യാൻ വേണ്ടി വരുന്നത്. നമ്മൾ ഫോൺ റിങ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്തായാലും ജീവന്റെ ചാൻസ് ഉണ്ടെങ്കിൽ ഔഷധിക്കാൻ നമുക്ക് അറിയാൻ മാത്രമേ ഉള്ളൂ. കാരണം വെള്ളത്തിൽ വീണവര് എന്താണെങ്കിലും 5 മിനിറ്റുള്ളിൽ മരിക്കും, അറിയാലോ. അത് ഏതൊരു മനുഷ്യനും നമുക്ക് ഇത്തരം വലിയ പഠിത്തമൊന്നും വേണമെന്നില്ല. വെള്ളത്തിൽ വീണ അപ്പോഴാണ് ഇപ്പൊ ജീവന്റെ സാധ്യത എന്തെങ്കിലും ഉണ്ട്. കാരണം മൊബൈൽ റിങ് ചെയ്യുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കണക്കിലെടുത്തു. പക്ഷെ മൊബൈൽ ഫോൺ റിങ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ബന്ധുക്കളൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. അതിനകത്തേക്ക് 2 ദിവസം. അപ്പൊ ആ ഒരു ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്താണ് ഞാൻ കരയിൽ. അപ്പൊ എനിക്കും ഒരുപാട് പോകണ്ടായിരുന്നു. കരയിലൊന്ന് സെർച്ച്, കരയിൽ അവരുടെ ബന്ധുക്കളും കാര്യങ്ങൾ പറഞ്ഞു, അവർ സൈനിറ്റ് ആവശ്യപ്പെടുന്നതിന്, ഇന്ത്യൻ ആർമി ആവശ്യപ്പെടുന്നത് കരയിൽ തന്നെ സെർച്ചിങ് വേണ്ടിയാണ്. അപ്പൊ നിനക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങി വെക്കാൻ പറ്റുന്നു. ഞാനാണ് ഒരു രക്ഷാപ്രവർത്തകൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത്. കേട്ടില്ലേ? അതായത് ആ ഫോണ് അവിടെ റിങ് ചെയ്തു എന്നുള്ളത് ന്യൂസ് ചാനലുകളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് ഫോൺ അടിച്ചപ്പോൾ റിങ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരയിലാണ് ആ വാഹനം കിടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ ആർമിയും പറയുന്നത് കരയിൽ തിരയുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിന് നേതൃത്വം വഹിക്കാനാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്.
ഈ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വലിയ കുഴൽക്കിണറടിക്കുന്ന ആ ഒരു മിഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവർ തിരയുന്ന ഈ ഒരു സാധനം പൂരപ്പറമ്പിലെ കളിപ്പാട്ടം പോലെയാണെന്ന്. അതായത് ആ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്ന ആ ഒരു സാധനം കൊടുത്ത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ 5 മീറ്ററിലോ 4 മീറ്ററിലോ ഒക്കെ ഡിറ്റക്ട് ചെയ്യും. പക്ഷെ അവർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ കാണുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ഇരുമ്പിന്റെ അംശം പോലെ അതിൽ ഡിറ്റക്ട് ചെയ്യുക, അത് വലിയ രീതിയിൽ കാണുകയാണ്. അപ്പൊ ആളുകളെ തെറ്റിദ്ധരിക്കുക. അദ്ദേഹത്തിന് അതിനാണ് കളിയാക്കിയത്. അതൊരു പൂരപ്പറമ്പിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു പോലെയാണ്, അല്ലാതെ അതൊരു വലിയ സംഭവം ഒന്നല്ല. ഒരുപാട് വലിയ രീതിയിലുള്ള തെരച്ചിലുകൾ വേണം എന്ന് ആവശ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. ന്യൂസ് ചാനലൊക്കെ നമ്മൾ കണ്ടതല്ലേ അത്. പക്ഷെ അതൊന്നും ആരും സപ്പോർട്ട് ചെയ്തില്ല. കൃത്യമായിട്ട് അവിടെ ഈ ഒരു പ്രവർത്തനം, അതായത് ആ തെരച്ചിലിന്റെ സമയത്ത് JCBയോട് മണ്ണ് മാറ്റുന്ന ആ ഒരു പ്രവർത്തനമൊക്കെ വളരെ മന്ദഗതിയിലാണ്. ന്യൂസ് ചാനലിൽ അത് വന്നേ, ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ അത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തേ, അതിന്റെയൊക്കെ ഭാഗമായിട്ട് അത് ഭയങ്കര റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാൻ അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ചെറുതൊന്നല്ല, വലുതാണ്. അപ്പൊ അദ്ദേഹം കേട്ടതും നമ്മൾ കേട്ടതും ഒരു സാധനം തന്നെയാണ്. മൊബൈൽ ഫോൺ അടിച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. GPS അവിടെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ സാധനവും കേട്ടതാണ്. മെറ്റൽ ഡിറ്റക്ടർ ഓടുന്നത് നമ്മൾ കേട്ടതാണ്. അതല്ല കരയിലാണെങ്കിൽ തിരയേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 5-ാം ദിവസം വൈകിട്ടാണ് എത്തുന്നത്. അപ്പൊ എപ്പോഴും സമയം അറിയാലോ, ഒരുപാട് സമയം താമസിച്ചു. 5 ദിവസം വരെ അവർക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ നോക്കാമായിരുന്നു. എന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ള ചോദ്യം അവിടെ ഇപ്പോഴും ഉണ്ട്. ഈ 5 ദിവസം ഞാൻ എത്തുന്നവരെ 5-ാം ദിവസം വരെ എന്തുകൊണ്ട് ആ ദിവസങ്ങളിൽ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസം എന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്, വെള്ളത്തിൽ തന്നെ ഉണ്ടായിട്ട്. ഓക്കെ, ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നെ പറയാം. ആ ഒരു സമയത്ത് ആ ഗംഗാവലി പുഴ ഭയങ്കര ശക്തമായിട്ട് ഒഴുകുക. ഒഴുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലങ്ങി ചോന്ന രക്തക്കറ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരിക്കലും വെള്ളത്തിലേക്ക് ഇറങ്ങി അത് തിരയുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ഒന്നാമതായിട്ട് തന്നെ പറയേണ്ടി വരും, ആരും ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം പറഞ്ഞില്ല. പുഴയിലുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പുഴയിലുണ്ട് എന്ന് എപ്പോഴാണ് പറയുന്നത്? മണ്ണ് പകുതിയോളം കരയിൽ നിന്ന് നീക്കം ചെയ്ത സമയത്താണ് ആളുകൾ പറയുന്നത് പുഴയിൽ ഉണ്ടാവാനാണ് സാധ്യത എന്ന്. അത് അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് കേട്ടോ. അപ്പൊ കരയിൽ എനിക്ക് അവിടെ 1.5 ദിവസം മാത്രമേ എനിക്ക് അനുമതി കിട്ടിയുള്ളൂ. കാരണം കളക്ടർ പെർമിഷൻ തന്ന എന്റെ ഡീറ്റെയിൽസും കളക്ടർ പെർമിഷൻ അവസാനം ചെയ്ത ഡീറ്റെയിൽസ് രണ്ടും എന്റെ ഫോണിൽ എവിഡൻസ് ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. അത് കാരണം ഞാൻ ഈ പറയുന്നതെല്ലാം എനിക്ക് വളരെ ശക്തമായിട്ടും സിഗ്നഡ് പ്രൂഫായിട്ടും ആളുടെ മുന്നിൽ ഒന്നും എനിക്ക് മറിച്ചു വെക്കാതെ പറയാൻ സാധിക്കും. കാരണം അത് ജില്ലാ കളക്ടർ എന്ന പെർമിഷൻ ജില്ലാ കളക്ടർ തന്നെയാണ് പോലീസിന്റെ അവിടുത്തെ ഇടപെടലോട് കൂടി ജില്ലാ കളക്ടർ റദ്ദാക്കി. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ മാഡത്തിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. മാഡം എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. കേട്ടോ, ഒരു സാധാരണക്കാരനാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ നമ്മൾ നേരെ മുണ്ടും മടക്കി ചെന്നിട്ട് അങ്ങോട്ട് ചെന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള ഒരു ധാരണയാണ് അല്ലെ. ഇതൊരു സാധാരണക്കാരനല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സാധാരണ അദ്ദേഹത്തിന്റെ ജോലി, ഗവൺമെന്റ് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാത്ത പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ലെജൻഡാ. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടൊരു മനുഷ്യനാണ്. കളക്ടറുടെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങി 1.5 ദിവസമാണ് അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ളത്. 1.5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യൂ. കൃത്യമായി അത് അവിടെ ചെല്ലുന്നുണ്ട്. കൃത്യമായി ന്യൂസ് ചാനലുകളെയാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിന് കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ കടിച്ചു കീറാൻ വരുന്ന ഒരു അവസ്ഥയെ. ആ ഭരണകൂടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഡേഞ്ചർ ആയിരുന്ന സമയത്ത് ഇവർക്കൊക്കെ നല്ല തല്ലും കിട്ടിയത് നമ്മൾ അന്ന് തന്നെ കേട്ട കാര്യമാണ്. മനാഫിനെ ഞാൻ അടിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം വന്നപ്പോ ശരി തള്ളല് സാക്ഷി സാക്ഷികളൊക്കെ ഉണ്ട്. ഒരു നാരായണ വേറൊരു ആണ് ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ ഒരു പുഷിങ് ഉണ്ടായി. നമ്മളപ്പോ എന്നിട്ട് നിരാകരിച്ച് അടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് കാര്യം നടക്കണം. നമുക്ക് ആരടിച്ചാലോ അറിയണ്ട. നമ്മളെ കാര്യം വന്ന എന്തിനാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു മണ്ണിനടിയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു അർജുനെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു വേറെ പരിചയ കാര്യങ്ങൾ ഫേസ്ബുക്ക് കണ്ടുപോലെ. പക്ഷെ ആ ഒരു മനുഷ്യജീവൻ മണ്ണിനടി കിടക്കുന്നു, 5 ദിവസമായിട്ട് ആരും എടുത്തില്ല എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതിയിലാണ് ഞാൻ പറഞ്ഞില്ലേക്കാം. ഞാൻ ശരിക്കും പറഞ്ഞ കൂലിപ്പണിക്കാനാണ് ഞാൻ. സ്ഥിരമായിട്ടൊരു വരുമാനോ കാര്യം. ഓക്കെ, നിങ്ങൾ അത് കേട്ടില്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. മനാഫ് എന്ന് പറയുന്ന മനുഷ്യന് സഹോദര തുല്യനാണ്, തന്റെ തൊഴിലാളിയും കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ വീട്ടുകാർക്ക് കൊടുത്ത ആ ഒരു വാക്ക് നിറവേറ്റുക എന്നുള്ളത് മനാഫിന്റെ ഒരു വലിയ കർത്തവ്യമാണ്. ആ ഒരു ഫാമിലിക്ക് ആ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് കൊണ്ടുവരും എന്നുള്ളത്. അത് നിർവഹിക്കേണ്ട അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ ഒരു മനുഷ്യന്, ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന മനുഷ്യന് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ഇദ്ദേഹത്തിന് ഈ ഒരു അർജുനോടുള്ളത്? ഒന്നുമില്ല. അർജുന ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഇതൊരു വാർത്ത കേൾക്കുന്നു, ഒരു മനുഷ്യൻ ഇതാ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. മനുഷ്യത്വമുള്ള ഒരാൾക്ക് ആ ഒരു മേഖലയിലേക്ക് ആ ഒരു സമയത്ത് ഓടിച്ചെല്ലാൻ കഴിയുള്ളൂ അല്ലെ. അത് ഇപ്പൊ നമ്മുടെ അടുത്തൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടിച്ചു പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങോട്ട് ചില ആളുകൾക്ക് രക്തം പേടിയാകും, ചില ആളുകൾക്ക് ഇത് കാണുന്നത് ഭയമാകും, മാറി നിൽക്കും. പക്ഷെ 1-2 ആളുകളോ ആ ആൾക്കൂട്ടത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുക. ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഓടിച്ചെന്നൊരു മനുഷ്യനാ. അയാളെ കുറ്റം പറയാൻ യാതൊരു യോഗ്യതയും ഇവിടെ കുറ്റം പറയുന്ന ആളുകൾക്ക് ഇല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ജെനുവിൻ ആയിരുന്നു, കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോ അർജുന് വേണ്ടി അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അർജുന് ഒരു പരിചയമില്ല, അർജുന ആരോ ആണ് അല്ലെ. അപ്പോ അദ്ദേഹം കൃത്യമായിട്ട് അത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം അവിടെ പോയി കൃത്യമായി കരയിൽ ഉണ്ട് എന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കരയിൽ തിരയുന്നത്. അദ്ദേഹത്തിന്റെ മാത്രം ഒരു കാൽക്കുലേഷൻ കൊണ്ടല്ല അവിടെ ചെയ്യുന്നത്. കൃത്യമായി ഇന്ത്യൻ ആർമി അടക്കം കരയിലാണ് തിരയുന്നത്. ഇദ്ദേഹം കരയിലുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് ഈ ഒരു രീതിയല്ല വേണ്ടത്, മറ്റുള്ള രീതികൾ ചെയ്യണം. അതെന്തുകൊണ്ടാണ് കോയൽക്കണ്ണ അടിക്കുന്ന പോലത്തെ മിഷൻ കൊണ്ടുവരാൻ പറഞ്ഞത്? മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് അത് ഡ്രില്ല് ചെയ്യുകയാണെങ്കിൽ വലിയ ഇപ്പോൾ മരങ്ങളാണെങ്കിൽ മരത്തിന്റെ മുകളിൽ തട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ ഇരുമ്പിൽ തട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഒരു ട്രിക്ക് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനെല്ലാവരും കളിയാക്കി എന്നുള്ളതാണ്. അതൊക്കെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ആളുകളോട്, ഇദ്ദേഹത്തിനെ പുച്ഛിച്ച ആളുകളോട് പുച്ഛമായിട്ട് തോന്നുന്നത്. അപ്പം എനിക്ക് തന്നെ ഞാനൊരു സൈന്യത്തിലേക്ക് കയറണം ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ഒരു സ്റ്റേജ് ബ്രെയിൻ്റെ ഫ്യൂർ തന്നെ ഉണ്ടായ പേഷ്യനാണ്. ഇതൊന്നും ഈ എന്നെ വിമർശിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഇതിൽ നിന്ന് കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഇത്രയും ദേശീയ ദുരന്തങ്ങളിൽ 12 വർഷമായിട്ട് ഫീൽഡ് ആ ജീവൻ തിരിച്ചു പിടിച്ച വ്യക്തിയാണ്. ഒരു 4th സ്റ്റേജ് ഒരു അസുഖം ഉണ്ടായ വ്യക്തിയാണ്. ആ അസുഖത്തിൽ നിന്നൊക്കെ ഒരാളും ആ മെഡിക്കൽ റിപ്പോർട്ട് എന്റെ ഇപ്പോഴും കയ്യിലുണ്ടായിരുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ട് ചെയ്ത മനുഷ്യൻ ജീവിച്ചിരിക്കത്തില്ലെന്നാണ് ഡോക്ടർ അതിൽമാർ പറഞ്ഞത്. അതിൽ നിന്ന് എന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് ഞാൻ ജീവൻ തിരിച്ചു പിടിച്ച് ഈ ഒരു രക്ഷാപ്രവർത്തനം എനിക്ക് ചെയ്യണമെന്ന് എന്റെ ഇതാണ്. ഞാൻ പറഞ്ഞത് നാളെ ഇതുവരെ ഞാൻ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ചെയ്യുന്നത്. കേട്ടില്ലേ? പട്ടാളക്കാരനാവണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പട്ടാളക്കാരനെ പോലെ എല്ലാം മറന്ന്, പട്ടാളക്കാരന്റെ പ്രത്യേകത എന്താ? സ്വന്തം നാടിന് വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു നിമിഷം വേറെ ഒന്നും ആലോചിക്കാതെ ഓടി ചെല്ലുക. അപ്പൊ സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ വലിയൊരു അസുഖം ഉണ്ടായിരുന്നുള്ളതാണ്. തന്റെ ജീവിതം തന്റെ ഉള്ളം കൈയിലേക്കാണ് മുറുക്കി പിടിച്ചിട്ട് അങ്ങനെ ജീവൻ പോകുന്ന ആളുകൾക്കെല്ലാം അത് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് സ്വന്തം ജീവിതം അങ്ങ് മാറ്റിവെച്ച് ആളുകളെ സഹായിക്കാൻ വേണ്ടി പോവുക. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നെ അവിടെ അവോയ്ഡ് ചെയ്ത് നമ്മൾ നല്ല ഇപ്പൊ ഞാൻ എത്തിയതിനു ശേഷം തന്നെ ഒരുപാട് കോഴിക്കോട് നിന്ന് ഒരുപാട് ഞാൻ എത്തി അറിഞ്ഞ് രക്ഷാപ്രവർത്തകർക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. അവരെല്ലാം സാക്ഷികളാണ്. കാരണം ശരിയായ ദിശയത്തല്ല. കാരണം നമുക്ക് വെള്ളത്തിൽ ഓൾറെഡി 5 ദിവസം നേവിയോടുണ്ട് സെർച്ച് നടത്താം. അപ്പൊ നമ്മളെന്താ കുടുംബാംഗങ്ങൾ പറഞ്ഞ് മണ്ണ് മാറ്റി നോക്കണം, മണ്ണ് മാറ്റി നോക്കണം, ഒരുപാട് പേര് പറയാം മണ്ണ് മാറ്റി നോക്കണം. അപ്പൊ പിറ്റേ കുറ്റം പറയാൻ മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് പിറ്റേ ആൾക്കാർ കുറ്റം പറഞ്ഞത്. എന്തായാലും അവിടെ മാറ്റിപ്പോയില്ല, പിന്നെ ഇനി പുഴ ഉണ്ടെന്ന് അവർ സ്ഥാപിക്കാമല്ലോ, എളുപ്പമായില്ലേ? സിമ്പിൾ ആണല്ലോ. അതായത് കോഴിക്കോട് നിന്ന് 4 ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവർ കൃത്യമായിട്ട് ഈ അദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞു. മണ്ണ് മാറ്റി പകുതി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് കരയിലല്ല വെള്ളത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം പിന്നീട് പറയാം. അത് തന്നെ ഇവിടെയുള്ള ആളുകൾ ചെയ്ത് ചാനലിൽ ന്യൂസ് കണ്ട ആളുകൾ തന്നെ ഇവരെന്താ കരയിൽ തെരഞ്ഞത്, വെള്ളത്തിൽ തെരയുണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞത് പിന്നീടാ. അപ്പൊ കരയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഈ രഞ്ജിത്തല്ല, അത് കൃത്യമായിട്ട് അവിടുത്തെ ഭരണകൂടം തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ തിരയുന്നത്. അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പാവത്തിന്റെ തലയിലേക്കാണ്ട് കയറി നിരങ്ങിയിട്ട് കരയിലല്ല വെള്ളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം കിടന്ന് കുരച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലല്ല, മണ്ണ് മാറ്റിയ പോലെ ഞാൻ അവിടെ പറഞ്ഞത് 80% ഞാൻ ഫോൺ റിങ് ചെയ്തുകൊണ്ട് ഇത്രയുണ്ട് മണ്ണ് മാറ്റണം. അല്ല, ആ വേട് മാത്രം കൊണ്ടുവന്നതല്ല, ആ വേട് മാത്രമല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ക്രൂശിക്കപ്പെട്ടത് എന്റെ പേര്. കാരണം ഒരു ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാക്സിമം ഈ പേര് വെച്ചുകൊണ്ട് ഒരുപാട് എനിക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാൻ മതാടിസ്ഥാനത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ വന്ന ഉടനെ ഞാൻ ഒരു അഡ്മിനിസ്ട്രേഷനെതിരായിട്ട് എന്തോ പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ ഞാൻ വന്നപ്പോൾ അവിടെ ഞാൻ ആദ്യമേ വന്നപ്പം ആദ്യമോട് പറഞ്ഞു. അവിടെ ഞാൻ ആ വിശ്വാസം കണ്ടപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. അപ്പൊ അത് തുറന്നു ഓപ്പായിട്ട് പറഞ്ഞു. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞാൽ അവിടെ ഒന്നും കണ്ടില്ല. അപ്പൊ ആ ഒരു ഇതും കൂടെ അവർക്ക് ആ ഒരു ഭരണകൂടത്തിന് എനിക്കെതിരെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാ പറഞ്ഞത്. ഞാൻ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് കോർഡിനേഷൻ ചെയ്ത് കാര്യങ്ങൾ ഒക്കെ സ്റ്റാർട്ടപ്പായി തുടങ്ങിയത്. മണ്ണ് മാന്തുന്ന യന്ത്രം ഒരു ചെറിയ കളിപ്പാട്ടം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ് ഇവിടെ. ഇത് കൃത്യമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അവിടുന്ന് മർദ്ദനമൊക്കെ കിട്ടിയിട്ടുണ്ട് പോലീസുകാരെ കയ്യിൽ നിന്ന്. ആ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം മനസ്സിൽ വെച്ചിരുന്ന അതെല്ലാവരും അറിയുമോ? ഇല്ല. ന്യൂസ് ചാനലുകൾക്ക് അത് ബൈറ്റായിട്ട് കൊടുത്തു, ജനങ്ങൾ അത് ഏറ്റെടുത്തു. ഇതൊക്കെ ഏറ്റെടുത്ത ന്യൂസ് ചാനൽ പോലും ഇദ്ദേഹത്തിനെ ട്രോളിയിട്ടുണ്ടേ. അതായത് ഇയാൾ പറഞ്ഞതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇവിടെ ഇരുന്ന് എന്തും പറയാലോ, അവിടെ പോയ ആളുകൾക്കല്ലേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ അതാണ്, അവസരവാദികളായിട്ടുള്ള ആളുകളുണ്ട്, ന്യൂസ് ചാനലുകളുണ്ട്. ഈ ഒരു വീഡിയോക്ക് ഒരു ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവർക്ക് മൈക്ക് കൊടുക്കാതെ ആണ് ഈ ഒരു ബൈറ്റ് എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സൈബർ അറ്റാക്കുകൾ തുടങ്ങിയതും കാരണം അല്ലെങ്കിൽ ഒരു മണ്ണിനടി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും മണ്ണിനടി ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിനടി ചെയ്യാനുള്ള എല്ലാ ഈ വെള്ളത്തിൽ ചേർത്ത് ചെയ്യാനുള്ള 3 ലൈസൻസ് സെൻട്രൽ ഗവൺമെന്റ് ലൈസൻസ് ഉള്ള ഒരാളാണ്. എല്ലാ 2 വർഷം ഓക്കെ, 3 ലൈസൻസ് വെള്ളത്തിനടിയിൽ തിരയാൻ ഉള്ള ലൈസൻസ് എടുത്ത ഡൈവ് ചെയ്യാൻ കൃത്യമായിട്ട് പരിശീലനം കിട്ടിയ ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരു സാധാരണക്കാരനല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
ജോലിയല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് സാധാരണത്വമല്ല, അത് അസാധാരണത്വമാണ്. കുറച്ചും കൂടി അമാനുഷികത്വമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. ആ ഒരു ബോഡിയൊക്കെ അതിന് കൃത്യമായിട്ട് എന്താ പറയാ യോജിക്കുന്നതാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു തരും. അത് ഏഷ്യാനെറ്റ് ഒരുപാട് ഇപ്പൊ ഇന്ത്യയിലെ നിലവിലെ ഒരു സിവിലിയൻ റെക്കോർഡ്സ് ഇതിന്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഒരുപാട് ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇവരാണ് നിലവിൽ കവളപ്പാറ 2015 മാർക്കുള്ള വെട്ടിമുടി ഇതിലെല്ലാം മെയിൻ ആയിട്ടുള്ള ലീഡിംഗ് റോൾ വഹിച്ച ആൾ തന്നെയാണ്. അതിന് നിരവധി ഇന്ത്യൻ ആർമി ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ആർമി ഒരുപാട് ജില്ലാ കളക്ടർമാര്, മറ്റ് ഫോഴ്സുകളിൽ, സെൻട്രൽ ഫോഴ്സുകളിൽ, പിന്നെയൊക്കെ പോലീസിന്റെ ഒക്കെ ഒരുപാട് പ്രശംസ പത്രങ്ങൾ ഏറ്റി വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ചേ കിട്ടി, ഇനി കിട്ടാനുള്ള തന്നെ ഒരുപാടുണ്ട്. ഇനി തരുന്ന വാങ്ങുന്നു, അല്ല ചോദിച്ചൊന്നും വാങ്ങുന്നില്ല, തരുന്ന അവർ സ്നേഹപൂർവ്വം തരുന്ന വാങ്ങുന്നു. കാരണം എനിക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് റെസ്ക്യൂ കോഴ്സുകളൊക്കെ പുതുക്കാൻ പറ്റും. ഞാൻ ട്രെയിൻഡ് അല്ലാതെന്നല്ല, ഞാൻ ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 കോഴ്സുകൾ കഴിഞ്ഞു. കാശ്മീരിൽ നിന്ന് ഒരു കോഴ്സ്, ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 കോഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിക്കുക, അത് ജനങ്ങളിൽ എവിടെയാണ് പ്രശ്നം വരുന്നത് അവിടേക്ക് ഓടിച്ചെല്ലുക. കവളപ്പാറ ദുരന്തം നിങ്ങൾക്ക് അറിയാം. അങ്ങനെ പല ദുരന്തങ്ങളുടെ ഇടയിൽ ഒരു ഹീറോ ആയിട്ട് എപ്പോഴും ഉള്ള ഒരാൾ പെട്ടെന്ന് സീറോ ആയത് അതാക്കിയതാണ് ആൾക്കാർ മനഃപൂർവ്വം ചെയ്തത്. അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്ത ശ്രമിച്ചതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അണ്ടർവാട്ടർ ഡൈവിംഗ് ചെയ്യുന്ന ഒരാളാണ്, എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലാൻഡ് മാത്രമല്ല, രണ്ടും ഒരേപോലെ ഓപ്പറേറ്റ്. കാരണം ഇക്കാക്ക് ഞാൻ കുറച്ചും മുമ്പ് അയച്ചു തന്നാൽ വെട്ടിമുടി ഞാൻ ഉള്ള അടിയിൽ നിന്ന് ബോഡി എടുക്കുന്നത്. കാരണം ആ ബോഡി എടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുന്നത്. കാരണം ഒരു വ്യക്തി അതറിയാലോ, ഞാൻ എടുക്കുന്ന ബോഡികളെല്ലാം ഈ ബോഡി ഉൾപ്പെടെ അത് കേരള പോലീസ് എനിക്ക് എടുത്ത്, അത് പോലീസിനും അല്ല നമ്മുടെ മൊബൈലിൽ മാത്രം സൂക്ഷിക്കാനുള്ള സംഭവമാണ്. അത് എടുക്കുന്ന അതോറിറ്റി, അല്ലെങ്കിൽ NDRF നമ്മുടെ ആർമി അല്ല അതോറിറ്റി സൂക്ഷിക്കണം. ഞാനിപ്പോൾ എടുത്തെന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എടുത്താൽ മതി. ഞാൻ പേഴ്സണായിട്ട് ജസ്റ്റ് ഒന്ന് ഔഷാദിക്ക് മാത്രം, എന്റെ ആക്ഷൻ കമ്മിറ്റി ചെയർമാന് ബഹുമാനിനെ ഔഷാദിക്ക് മാത്രമേ ഇപ്പോൾ ഒരു തെളിവായിട്ട് ഞാൻ വിട്ടുമിടുക. എല്ലാം ബോഡി എല്ലാം കാണിക്കുന്നുണ്ട്. എനിക്കത് എല്ലാം തെളിയിക്കാൻ വേണ്ടി ഞാൻ ബോഡി എടുക്കുന്നവർക്ക് ഇടാൻ പറ്റത്തില്ല. മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് ആക്കി തുടങ്ങിയത്. അപ്പോൾ അത് കുറെ എനിക്ക് കിട്ടിയ അവാർഡ്സ് റിവാർഡ്സ് ഞാൻ ചെയ്യുന്ന ഇടാൻ പറ്റുന്ന വീഡിയോസ് ഇടുന്നുണ്ട്. എനിക്ക് ഒരുപാട് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല, ബോഡി എക്സ്പോസ് ആവുന്ന വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റും. ചില ആളുകൾ ചാരിറ്റി ചെയ്യുമ്പോൾ ഒളിച്ചു നിന്ന് ക്യാമറ എടുത്ത് അത് വീഡിയോ പകർത്തുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് ന്യൂസ് ചാനൽ അല്ലെ മറ്റുള്ള TV ചാനലുകൾ ഇടുന്നത് കണ്ടില്ലേ? അതുപോലെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് വലിയ ആളാവണ്ട, ഞാൻ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിലനിൽക്കൊള്ളുന്നത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ താഴ്ത്തി കെട്ടിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു വാർത്ത മുഴുവൻ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇത്തരം ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മളെ കൊണ്ട് കഴിയാത്തത് മറ്റൊരാളെ കൊണ്ട് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ജനങ്ങളെ സഹായിക്കാൻ ഒരാൾ രംഗത്തിറങ്ങുമ്പോൾ അയാളുടെ ജീവിതം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്ന, വലിയൊരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യൻ വന്ന ഒരാളാണ് അല്ലെ. ജീവിതം അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ചതാ എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണക്കാരെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും വേണ്ടിയിട്ട്. മനാഫ്കയെ നിങ്ങൾ ഏത് രീതിയിലാണോ ഇപ്പൊ കാണുന്നത്, ആ ഒരു രീതിയുടെ ഒരു കുറച്ച് അംശമെങ്കിലും രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന മനുഷ്യന് കൊടുക്കുക. അയാളും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. മനാഫുക്കാന്റെ സഹോദര തുല്യനും തന്റെ തൊഴിലാളിക്കും വേണ്ടി പണിയെടുത്തപ്പോൾ ഒരു പരിചയം പോലും ഇല്ലാത്ത, ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിനെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം തൊഴിലിടത്തു നിന്ന് ഓടി കടം വാങ്ങിയ പണം കൊണ്ട് ഓടിച്ചെന്ന് സഹായിക്കാൻ വന്ന ആളാണ്. ഒരു സാധാരണക്കാരനാണ്, പക്ഷെ എന്നാൽ സാധാരണക്കാരനല്ല താനും. കാരണം മനുഷ്യത്വം എന്നുള്ളൊരു സാധനം എല്ലാവരുടെ മനസ്സിന്റെ അകത്തും ഉണ്ടാവില്ല അല്ലെ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഇടുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.